ഇനി നമ്മുടെ ഒരു വളർത്തുപൂച്ചയ്ക്ക് ചെറിയൊരു അബദ്ധം പറ്റിയ കാര്യത്തിലേക്ക് പോവാണ്. അതിന് ഉടമ നൽകേണ്ടി വന്ന, അതായത് ഈ പൂച്ചയുടെ അബദ്ധത്തിന് അതിന്റെ ഉടമ നൽകേണ്ടി വന്നത് വളരെ വലിയ വിലയായിരുന്നു. ഒന്ന് അടുക്കളയിൽ കയറിയതല്ലാതെ പൂച്ചയ്ക്ക് മറ്റൊന്നും ഓർമ്മയില്ല. പിന്നെ നടന്നത് എന്താണെന്നല്ലേ കാണാം. സ്നേഹമോൾ നൈനാനാണ് നമുക്കിപ്പം ഉള്ളത്. സ്നേഹ, അങ്ങനെ വളർത്തുപൂച്ച അടുക്കളയിൽ കയറി ഉടമസ്ഥൻ നൽകേണ്ടി വന്നത് വലിയ വിലയും. എന്തായിരുന്നു അവിടെ സംഭവിച്ചത്? സേതുലക്ഷ്മി, സാധാരണഗതിയിൽ പ്രത്യേകിച്ച് ഉടമസ്ഥരില്ലാത്ത സമയത്ത് വീടുകളിൽ ഈ പൂച്ചകളും പട്ടികളും വളർത്തുമൃഗങ്ങൾ ഏതുമായാലും ഉടമസ്ഥനെ പൊല്ലാപ്പിലാക്കുന്ന കാഴ്ച അത്ര വലിയ പുതിയ കാര്യങ്ങളൊന്നുമല്ല. നമ്മൾ തന്നെ നിരന്തരം വാർത്തകളൊക്കെ നിരവധി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് വീട് വാങ്ങാൻ വേണ്ടി സ്വരുക്കൂട്ടി വെച്ചിരുന്ന പൈസ ഉടമസ്ഥൻ തിരിച്ചെത്തിയപ്പോൾ അത് കടിച്ചു കീറി നിലത്തിട്ടിരിക്കുന്ന പൂച്ച മുതൽ ഉടമസ്ഥനില്ലാതിരുന്ന സമയം ഉടമസ്ഥൻ്റെ മദ്യക്കുപ്പി എടുത്ത് അടിച്ചു പൂസായ ഒരു നായയുടെ വാർത്ത വരെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ ചൈനയിൽ നടന്ന ഒരു സംഭവമാണിത്. പക്ഷേ പൂച്ചയുടെ കുസൃതി അല്പം കൂടിപ്പോയോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതായത് പൂച്ചയുടെ കുസൃതിക്ക് വലിയ ഒരു തുകയാണ് ഉടമസ്ഥൻ നൽകേണ്ടി വന്നത്. അതായത് ദണ്ഡൻ എന്ന പേരുള്ള ഒരു വ്യക്തിയുടെ ഫ്ലാറ്റിലാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ വീട്ടിൽ ആളില്ലാതിരുന്ന സമയത്ത് പൂച്ച മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. അപ്പോൾ ഉടമസ്ഥൻ പുറത്തു പോയ സമയത്ത് പൂച്ച അടുക്കളയിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് പൂച്ചയുടെ കൈ അറിയാതെ തട്ടി ഇൻഡക്ഷൻ കുക്കർ ഓൺ ആവുകയാണ്. അങ്ങനെ ഇൻഡക്ഷൻ കുക്കർ സമയമെടുത്ത് കുറേ സമയത്തോളം ഇങ്ങനെ ചൂടായി അങ്ങനെ വീട് പൊട്ടിത്തെറിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഈ ഉടമസ്ഥന് വന്നിരിക്കുന്ന നഷ്ടമെന്ന് പറയുന്നത് 1 ലക്ഷം യുവാൻ, അതായത് നമ്മുടെ ഇന്ത്യൻ രൂപയിലേക്ക് പറയുവാണെങ്കിൽ ഏകദേശം 12 ലക്ഷത്തോളം രൂപയാണ് നഷ്ടം വന്നിരിക്കുന്നത്. പക്ഷേ ഇതിൽ തിരിച്ചെത്തിയപ്പം ഈ കാഴ്ച കണ്ട് ഉടമസ്ഥൻ ഞെട്ടിയെങ്കിലും പക്ഷെ പ്രതികരിച്ച രീതി വേറെയാണ്. അത് എടുത്ത് പറയാതിരിക്കാനായിട്ട് വയ്യ. സാധാരണഗതിയിൽ ഇത്തരം ഒരു അവസ്ഥ കാണുമ്പോൾ നമ്മളൊക്കെ പൂച്ചയെ ശിക്ഷിക്കാനായിട്ട് നോക്കും. പക്ഷെ അങ്ങനെയല്ല. ഒരു സാമൂഹ്യ പ്രവർത്തകയായിരുന്നു ഈ ഉടമസ്ഥ ദണ്ഡൻ. തൻ്റെ സമൂഹ മാധ്യമ പേജിൽ ഈ പൂച്ചയുടെ കുസൃതിയെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ വളരെ രസകരമായി പങ്കുവെച്ച്, അത് ലേശം സങ്കടം പോലുമില്ല, അങ്ങനെ വളരെ രസകരമായ രീതിയിൽ പങ്കുവെച്ചു. അതിന് നിരവധി പേരാണ് അതിന് താഴെ കമന്റുമായി. സ്നേഹ, ഞാൻ ആ ഉടമസ്ഥന്റെ വലിയ മനസ്സിനെ കുറിച്ച് ആലോചിക്കായിരുന്നു. നമ്മളൊക്കെ ആയിരുന്നെങ്കിൽ ആ പൂച്ച എന്ത് ചെയ്യുമായിരുന്നു അല്ലേ? വീട്ടിൽ ഇത്രയും വലിയൊരു നഷ്ടം, 12 ലക്ഷം രൂപയുടെ നഷ്ടമൊക്കെ ഉണ്ടാക്കിയിട്ടും അതിനെ വളരെ ലാഘവത്തോടെ എടുത്ത അദ്ദേഹത്തിന്, അല്ലെങ്കിൽ അവർക്ക്, ആ ഒരു ഉടമസ്ഥയ്ക്കാണ് ഇന്നത്തെ വലിയ കയ്യടി പോകുന്നത്.